മന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തോടെ എസ്ഐടിയുടെ ജോലി കഴിഞ്ഞു. തന്ത്രിയിലേക്ക് മാത്രം ഇത് കൊണ്ടുകെട്ടി മന്ത്രിയെ രക്ഷിക്കാനാണെങ്കിൽ ഞങ്ങൾ അനുവദിക്കും. ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ സ്വർണം കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഭരണസമിതിയും അതിന് ഉത്തരവാദികളാണ്, മന്ത്രി അടക്കം. നിഷ്പക്ഷമായ നിലപാടായിരുന്നു SIT സ്വീകരിക്കുന്നതെങ്കിൽ ഇപ്പോൾ എത്രയോ പെട്ടെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകേണ്ടതാണ്. ഈ ദൈവതുല്യം എന്ന് പത്മകുമാർ പറഞ്ഞ വ്യക്തി തന്ത്രി തന്നെയാണോ? പത്മകുമാറിന്റെ ദൈവം എന്നുള്ളത് പിണറായി വിജയനാണെന്ന് ആർക്കറിയാത്തത്? നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണികൾ പ്രചരണായുധമാക്കിയ വിഷയങ്ങളൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും കൂടുതൽ മൂർച്ചയോടെ രംഗപ്രവേശം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബലാത്സംഗ കേസായാലും ന്യൂനപക്ഷ പ്രീണനമായാലും സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരമായാലും എല്ലാം ലൈവായി തന്നെ നിൽക്കുകയാണ്. പക്ഷേ മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷയിലുമാണ്. ഈ സമയം എനിക്കിപ്പം BJP നേതാവ് ശ്രീ സന്ദീപ് വാചസ്പതി ചേരുകയാണ്. സന്ദീപ്, നമസ്കാരം. നമസ്കാരം. സന്ദീപ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്ത് എത്തി NDAയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ തുടക്കമിട്ടിരിക്കുകയാണല്ലോ. മിഷൻ 2026 എത്ര കണ്ട് പ്രതീക്ഷയുണ്ട് BJPക്ക്? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭാവിയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അതീവ നിർണായകമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ 2026 നടക്കാൻ പോവുക. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയം 2026 ശേഷവും 2026 മുൻപും എന്ന തരത്തിൽ വിഭജിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ 65-70 വർഷമായി രണ്ട് മുന്നണികളും ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുകയും കേരളത്തിൻ്റെ പ്രതീക്ഷകളെയും പുരോഗതിയെയും മുഴുവൻ തല്ലിക്കെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത്രകാലവും അവർക്ക് മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം, വലതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന തരത്തിൽ. ഒരുപക്ഷെ പണ്ട് നാരായണത്ത് ഭ്രാന്തൻ്റെ കഥ പറയുന്നത് പോലെ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്കും വലതുകാലിലെ മന്ത് ഇടതുകാലിലേക്കും മാറുന്ന ഒരു തരത്തിലായിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയം. ആ ഒരു രാഷ്ട്രീയത്തിന് ഈ 2025 കൂടി വലിയ ഒരു 24 മുതൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂരിൽ ഒരു MP വിജയിച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം. BJP ഒരു വിന്നിങ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA എന്നുള്ളതൊരു വിന്നിങ് ഫ്രണ്ടാണ് എന്നൊരു ഫീൽ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ BJP എക്കാലവും ലക്ഷ്യം വെച്ചിരുന്ന ഒരു കോർപ്പറേഷൻ. അപ്പോൾ ആ കോർപ്പറേഷൻ BJPക്ക് വിജയിക്കാൻ സാധിക്കും. അത് കംഫർട്ടബിൾ മെജോറിറ്റിയിൽ തന്നെ വിജയിക്കാൻ സാധിച്ചു. പാലക്കാട് നഗരസഭ നിലനിർത്തുന്നു. നമുക്ക് തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഭരണത്തിലെത്തി. കേരളത്തിലെ 32 പഞ്ചായത്തുകളിൽ BJP ഭരണത്തിലെത്തുന്നു. അപ്പോൾ അങ്ങനെ BJP ഒരു വിജയിക്കുന്ന കക്ഷിയായി മാറിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ തൊട്ട് മുൻപ് കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു മുന്നേറ്റം 2026 ഉണ്ടാകും. 2026 ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എക്കാലവും കണ്ട ഒരു റിസൾട്ട് ആകില്ല എന്ന കാര്യം ഉറപ്പാണ്. കേരള രാഷ്ട്രീയത്തിലെ അതീവ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി വൻ മുന്നേറ്റമാകും ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ പോവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സന്ദീപിന് ആലപ്പുഴയുടെ ചുമതലയാണ്. ആലപ്പുഴയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചുള്ളപ്പോൾ ഞാനിപ്പോൾ ആലപ്പുഴ സൗത്ത് ജില്ലയുടെ അധ്യക്ഷനാണ്. ആലപ്പുഴയെ 2 സംഘടനാ ജില്ലകളായി തിരിച്ചതിൽ സൗത്ത് ജില്ലയുടെ അധ്യക്ഷനാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച വിജയം നേടാൻ സാധിച്ച ജില്ലകളിൽ ഒരെണ്ണമാണ് ആലപ്പുഴ സൗത്ത് ജില്ല. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് 6 പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ഭരണത്തിലുണ്ട്. അപ്പോൾ അവിടെ ആകെ 33 പഞ്ചായത്തുകളും 4 മുനിസിപ്പാലിറ്റിയും ഉള്ളതിൽ 6 BJP ഭരണത്തിലെത്തി. 4 മുനിസിപ്പാലിറ്റി ഉള്ളതിൽ 2 BJP പ്രധാന പ്രതിപക്ഷമായി മാറിയിരിക്കുന്നു. 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ആദ്യമായി BJP 2ാം സ്ഥാനത്തേക്ക് എത്തി. 3 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ വിജയിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു 22% വോട്ട് ഞങ്ങളുടെ ആലപ്പുഴ സൗത്ത് ജില്ലയിൽ നേടാൻ സാധിച്ചു. എന്ന് മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള 4 അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ, അത് കായംകുളമായാലും ഹരിപ്പാടായാലും മാവേലിക്കരയും ചെങ്ങന്നൂരുമൊക്കെ BJPക്ക് വലിയ വോട്ട് ഷെയറുള്ള പ്രദേശമാണ്. പലയിടങ്ങളിലും അത് 30% മുകളിൽ തന്നെ വോട്ട് ഷെയറുള്ള പല മണ്ഡലങ്ങളും അവിടെ BJPക്കുണ്ട്. അപ്പോൾ ആലപ്പുഴ സൗത്ത് ജില്ല വലിയൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും. ഞങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് തരുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. NDAയുടെ സ്ഥാനാർത്ഥി പട്ടിക അത് എന്ന് പ്രതീക്ഷിക്കാം? സ്വാഭാവികവും NDAയെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ പാർട്ടിയായ BJPയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അത് നിയന്ത്രിക്കുന്നത് BJPയുടെ സെൻട്രൽ പാർലമെൻ്ററി ബോർഡാണ്. അപ്പോൾ ഇവിടെ സംസ്ഥാനത്ത് നിന്ന് പാർട്ടി ഒരു പാനൽ ഉണ്ടാക്കി. ആ പാനൽ കേന്ദ്ര പാർലമെൻ്ററി ബോർഡിന് കൊടുത്താൽ കേന്ദ്ര പാർലമെൻ്ററി ബോർഡാണ് സ്ഥാനാർത്ഥി ആരാകണം, എപ്പോൾ പ്രഖ്യാപിക്കണം ഒക്കെ തീരുമാനിക്കുന്നത്.
സന്ദീപിനെ പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? അല്ല, അതൊക്കെ ഇപ്പോൾ പാർട്ടിയല്ലേ തീരുമാനിക്കുക. ചെങ്ങന്നൂരൊക്കെ കേൾക്കുന്നുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടും ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തീർച്ചയായും മത്സരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. പാർട്ടി പറയുമ്പോൾ മത്സരിക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം ഉണ്ടല്ലോ, അത് സമ്മതിച്ചു തരാൻ CPM ഇനിയും തയ്യാറായിട്ടില്ല. പക്ഷേ പൊതുജനത്തിന് കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. അതുകൊണ്ട് ഇത്തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ പോലെയുള്ള PR വർക്കും കിറ്റുമൊന്നും അത്തരത്തിലുള്ള കണ്ണിൽ പൊടിയിടലൊന്നും നടക്കില്ലെന്ന് തോന്നുന്നു. തീർച്ചയായും അങ്ങനെയാണല്ലോ. കാരണം കഴിഞ്ഞ തവണയൊക്കെ ഈ പറഞ്ഞതുപോലെ വലിയ PR വർക്ക് കൊണ്ടും അല്ലെങ്കിൽ മറ്റ് ചില തക്കട പരിപാടികളൊക്കെ കൊണ്ടാണ് ഇടതുപക്ഷത്തിനൊരു ഭരണ നേട്ടമുണ്ടായി അല്ലെങ്കിൽ ഭരണ തുടർച്ചയുണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ഭരണവിരുദ്ധ വികാരം ഏറ്റുവാങ്ങിയിട്ടുള്ള മറ്റൊരു സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന വാർത്തകൾ നിങ്ങൾ നോക്കൂ. നമ്മൾ മുഗൾ ഭരണകാലഘട്ടത്തിലാണ് ക്ഷേത്ര ധ്വംസനങ്ങളും ക്ഷേത്ര കൊള്ളയെ പറ്റിയൊക്കെ കേട്ടിട്ടുള്ളത്. ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജഹാംഗീറിൻ്റെയും ഒക്കെയുള്ള കാലഘട്ടത്തിലാണ് മുഹമ്മദ് ഗസ്നിയെ പോലെ തൈമൂറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ക്ഷേത്രം തകർത്ത് കൊള്ള നടത്തിയതായി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു 2025 അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ഒരു വേർഷൻ കേൾക്കുന്നത് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭരണകാലത്താണ്. അവർ ക്ഷേത്രങ്ങൾ തകർക്കാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ഇല്ലാതെയാക്കിയാണല്ലോ ക്ഷേത്രങ്ങൾ തകർക്കുക. സായുധമായി തകർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്ഷേത്രവിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ സ്വത്ത് അടിച്ചു മാറ്റുന്ന ഒരു ഭരണം, അതായത് വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നത് പോലെ ക്ഷേത്രത്തിൻ്റെ ഭരണം തങ്ങൾ നടത്തുന്നു എന്ന വ്യാജേന ക്ഷേത്രത്തിൻ്റെ സ്വത്ത് കടത്തിക്കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സമസ്ത മേഖലകളിലും കേരളത്തിൻ്റെ പ്രതീക്ഷകളെ നശിപ്പിച്ച ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തവണ പിണറായി വിജയന് അദ്ദേഹത്തിന് ഇത്രകാലവും ആർജിച്ച രാഷ്ട്രീയ പരിചയം ഒന്നും പോരാതെ വരും ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഒരു വശത്തുണ്ട്, ഒപ്പം സഖാക്കൾ പ്രതികളായ ശബരിമല സ്വർണ്ണ കവർച്ച. കോടതി നിയോഗിച്ച SIT കൃത്യമായ തെളിവുകൾ പുറത്തുവിട്ടിട്ടും പ്രതികളെ പാർട്ടിക്കൊപ്പം നിർത്തി സംരക്ഷിക്കുകയാണോ ഭരണകൂടം? തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തോടെ SITയുടെ ജോലി കഴിഞ്ഞോ? അങ്ങനെ വേണോ കരുതാൻ? ഇല്ല, അങ്ങനെ കഴിയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ SIT എന്ന് നമ്മൾ പറയുമ്പോഴും ആരാണ് SIT നിയന്ത്രിക്കുന്നത്? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം എന്ന് പറയുമ്പോഴും ഈ SIT ഫോം ചെയ്തതും അവർ റിപ്പോർട്ട് ചെയ്യുന്നതും ആഭ്യന്തര വകുപ്പിനാണ്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന CPIM ആണ്. കാരണം SIT ഏതെങ്കിലും ബയസ്ഡ് ആയിട്ടുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ നിഷ്പക്ഷമായ നിലപാടായിരുന്നു SIT സ്വീകരിക്കുന്നതെങ്കിൽ ഇപ്പോൾ എത്രയോ പെട്ടെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകേണ്ടതാണ്. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയായ വാസവനെ ചോദ്യം ചെയ്യണം, മുൻ ദേവസ്വം മന്ത്രിയായ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യണം. ഇവരെയൊന്നും ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, ശങ്കർദാസ് എന്ന് പറയുന്ന പഴയ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള ആളുണ്ട്, ദേവസ്വത്തിൻ്റെ ആളുണ്ട്. അദ്ദേഹത്തെ ഇതൊരു ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന പോലീസിലെ തന്നെ ഏറ്റവും ഒരു മുതിർന്ന പോലീസുകാരൻ്റെ ബന്ധുവാണ് അല്ലെങ്കിൽ അമ്മായച്ചനാണ് എന്നതുകൊണ്ടാകാം അദ്ദേഹത്തെ ശങ്കർദാസിനെ ഒഴിവാക്കുന്നത്. അപ്പോൾ SIT ബയസ്ഡ് ആണ് എന്ന് ഓൾറെഡി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. SIT പ്രായമുള്ള ആളായാലും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിതാവായാലും ഒക്കെ അതൊക്കെ ശരി തന്നെ. പക്ഷെ നിയമത്തിന് മുന്നിൽ നമ്മളെല്ലാവരും ഒരുപോലെയല്ലേ എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അല്ലെന്നല്ലേ ഇപ്പോഴത്തെ സംഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്, എല്ലാവരും ഒരുപോലെയാണെന്നൊക്കെ നമ്മൾ എന്താ പറയുന്നത്, നമ്മളുടെ എന്താ പറയുന്നത് ചില ഡയലോഗുകൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആദർശമൊക്കെ പറയും. പക്ഷേ ഇതേവരെ അങ്ങനെ നടപ്പായതായിട്ട് നാം കണ്ടിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത്? ശങ്കർദാസിന് മാത്രമാണ് ആരോഗ്യ പ്രശ്നമുള്ളത്. എത്രയോ പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയൊന്നും പോലീസ് ചോദ്യം ചെയ്യാറില്ലേ? എത്രയോ പ്രതികളെ കോടതി പറഞ്ഞിട്ട് പോലും ആശുപത്രിയിൽ ഹാജരാക്കാത്ത പോലീസിൻ്റെ നടപടികൾ നമ്മൾ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന തരത്തിലൊന്നും ഒരാളെ ഒഴിവാക്കി കൊടുക്കുന്നതൊക്കെ ഈ പ്രത്യേക സംഘം എന്നുള്ളത് അവർക്ക് പ്രത്യേക അജണ്ട ഉണ്ട് എന്നതിൻ്റെ ലക്ഷണമാണത്. ഈ ദൈവതുല്യൻ എന്ന് പത്മകുമാർ പറഞ്ഞ വ്യക്തി തന്ത്രി തന്നെയാണോ? അതുകൊണ്ട് അങ്ങനെ തന്ത്രിയിൽ ഒതുക്കാനാണോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം? അങ്ങനെ വേണോ കരുതാൻ? അല്ല, അപ്പോൾ അതിനകത്ത് ആദ്യം അറിയേണ്ടത് പത്മകുമാറിൻ്റെ ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്നുള്ളത്. പത്മകുമാറിൻ്റെ ദൈവം എന്നുള്ളത് പിണറായി വിജയനാണെന്ന് ആർക്കറിയാത്തത്? ഈ കേരളത്തിലെ CPIമാരുടെയൊക്കെ ദൈവം ആരാ? പിണറായി വിജയനാണ്. അല്ലാതെ അവർ മറ്റൊരു ദൈവത്തെ അംഗീകരിക്കുന്നുണ്ടോ? കാരണഭൂതനായും ഈ നാടിൻ്റെ നന്മ തരുന്ന ആളായും ഒക്കെ ആയിട്ട് പിണറായി വിജയനെ വാഴ്ത്തുന്നതാരാണ്? അപ്പോൾ അവരുടെ ദൈവം എന്നുള്ളത് പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയനാണോ ഈ ദൈവതുല്യൻ എന്നുള്ളത് പത്മകുമാർ പുറത്ത് പറയട്ടെ, നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒരുപക്ഷെ ദൈവതുല്യൻ ഇപ്പോൾ സന്ദീപ് പറഞ്ഞതുപോലെ തന്നെ നമ്പർ 1 ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം പാർട്ടി ഇത്രയേറെ സംരക്ഷിക്കുന്നത് പത്മകുമാറിനെ. അല്ലാതെ പത്മകുമാറിനോട് പ്രത്യേകിച്ച്
പാർട്ടിക്ക് ഈ അടുത്ത കാലത്ത് വലിയ പ്രതിപത്തിയൊന്നുമില്ല, പല ഉടക്കുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ പാർട്ടിയും പത്മകുമാറും തമ്മിൽ. എന്നിട്ടും പത്മകുമാറിനെ പാർട്ടിയിൽ നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് ആരെയൊക്കെയോ പേടിക്കുന്നുണ്ട് അല്ലേ? അല്ല, അങ്ങനെയല്ലേ നാം മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പത്മകുമാറിനെ പോലെയുള്ള ഒരാൾ ഈ നമുക്കറിയാം CPIഎമ്മിൻ്റെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് അയാൾ അവരുടെ ജില്ലാ കമ്മിറ്റി അംഗമാണിപ്പോൾ. ആ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോലും പുറത്താക്കാൻ CPIഎം തയ്യാറായിട്ടില്ല. അതൊരു വസ്തുത അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ പാർട്ടി മെമ്പറായ ഒരാൾ അയാൾ ഏത് തസ്തികയിലേക്ക് അയാളെ നിയോഗിച്ചാലും അയാളുടെ ആദ്യ വിധേയത്വം എന്നുള്ളത് പാർട്ടിയോടാണ്. പിന്നീട് മാത്രമാണ് അവരിയ്ക്കുന്ന തസ്തികയോട് അവർ ആത്മാർത്ഥതയും വിധേയത്വവും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ തങ്ങൾക്ക് ഈ പദവിയൊക്കെ തന്ന പാർട്ടിയോടാണ് ഇവർക്കൊക്കെ വിധേയത്വം. അപ്പോൾ പാർട്ടി അറിയാതെ അവിടെ ഒന്നും നടക്കില്ല. നാം പറയുന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡ് എന്നുള്ളത് ഒരു ഓട്ടോണമസ് ബോഡിയായിട്ടാണൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവിടെ ദേവസ്വത്തിൽ നിന്ന് വിരമിച്ച പഴയ കമ്മീഷണർമാരടക്കം പറയുന്നില്ലേ, ദേവസ്വം ബോർഡ് ഒരു ഇല അനങ്ങണമെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ അനുമതി വേണം, ദേവസ്വം വകുപ്പിൻ്റെ അനുമതി വേണം. അവിടെ ഒരു ടെമ്പററി അപ്പോയിൻമെൻറ്റ് നടത്താൻ പോലും ബോർഡ് എന്ന നിലയിൽ ഒരു ഭരണകൂടം എന്ന നിലയിൽ ഭരണസമിതി എന്ന നിലയിൽ ദേവസ്വം ബോർഡിന് യാതൊരു അധികാരവും ഇല്ല. അവിടെ എന്ത് നടക്കണമെങ്കിലും മന്ത്രി അറിയാതെ നടക്കാൻ പാടില്ല. അത് ശബരിമലയിൽ മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലായാലും മലബാർ ദേവസ്വം ബോർഡിലായാലും ഗുരുവായൂർ ദേവസ്വം ബോർഡിലായാലും കേരളത്തിലുള്ള നിരവധി അപ്പുറത്ത് ഉള്ള മറ്റ് ദേവസ്വങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏത് ദേവസ്വത്തിലായാലും മന്ത്രി അറിയാതെ അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് അറിയാതെ ഒരു കാര്യവും നടക്കില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. അങ്ങനെ വരുമ്പോൾ ഈ പത്മകുമാറിനെ പോലെയുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള തട്ടിപ്പ് അവിടെ കാണിക്കാൻ സാധിക്കുമോ? ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന ആരും അറിയുന്നില്ലേ? ഈ പത്മകുമാറിനേക്കാൾ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പത്മകുമാറിനെ പോലും നിരീക്ഷിക്കുന്ന ആൾക്കാർ ആ ദേവസ്വം ബോർഡിലുണ്ടല്ലോ, മന്ത്രിയുടെ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആരും അറിയാതെയൊന്നും ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ, പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ സ്വർണം കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഭരണസമിതിയും അതിന് ഉത്തരവാദികളാണ്, മന്ത്രി അടക്കം. മന്ത്രി മുതൽ അവിടെ എന്താണ് പറയുന്നത് ഗാർഡായി നിൽക്കുന്ന സാധാരണ ഒരു പോലീസുകാരൻ വരെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇത് നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സ്വർണ്ണക്കൊള്ളയുടെ വിഷയം വരുന്നു. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ പോറ്റിയോ അല്ലെങ്കിൽ പത്മകുമാറോ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മറ്റാൾക്കാർ തന്ത്രിയോ മാത്രം വിചാരിച്ചാൽ എങ്ങനെയാണ് ഇത് കടത്തിക്കൊണ്ടു പോകാൻ പറ്റുക? അവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഇതേപ്പറ്റി ബോധ്യമുണ്ട്. അവിടെ ഹൈക്കോടതിയുടെ നമുക്കറിയാം, കേരള ഹൈക്കോടതിയുടെ പ്രത്യേകത ദേവസ്വം ബെഞ്ചുള്ളൊരു കോടതിയാണ് കേരള ഹൈക്കോടതി. പ്രത്യേകിച്ച് ശബരിമല എപ്പോഴും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അവിടെ ഒരു ദേവസ്വം കമ്മീഷണറുണ്ട്, ഹൈക്കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരാരും അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇതെല്ലാവരും കൂടി ചേർന്നൊരു കൂട്ടുകച്ചവടമായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ എന്താ വേണ്ടത്? ചില കണ്ണിപ്പൊടിയിടാൻ വേണ്ടി പത്മകുമാറിനെ പോലുള്ള ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് വരുത്തും. മുമ്പ് പറഞ്ഞതുപോലെ പത്മകുമാർ ഇപ്പോൾ പാർട്ടിയുടെ ഗുഡ് ബുക്കിൽ ഇല്ലാത്ത ഒരാളായതുകൊണ്ട് അന്ന് ഇരിക്കട്ടെ പത്മകുമാറിന് ഒരു പണി എന്ന നിലയിൽ പത്മകുമാറിനെ പ്രതി ചേർത്തു. ഇപ്പോൾ ജാമ്യം കോടതി കൊടുക്കുന്നില്ല എന്നതിനപ്പുറത്തേക്ക് എന്താണ് പത്മകുമാറിനെതിരെ ഒരു പാർട്ടി എന്ന നിലയിൽ CPM സ്വീകരിച്ച നടപടി എന്തെങ്കിലും ഉണ്ടോ? ഇത്രയേറെ ആരോപണ വിധേയനായ, അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു കേസ് ആദ്യമാണ്, ചരിത്രത്തിലെ ആദ്യത്തെ കേസല്ലേ സ്വർണം, ക്ഷേത്രത്തിലെ സ്വർണം കവർന്നു കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ പ്രതിയായ ഒരാളോട് എന്താണ് CPIഎമ്മിൻ്റെ നിലപാട്? അപ്പോൾ പത്മകുമാറിനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ല. പത്മകുമാർ പ്രകോപിതനായാൽ പല കാര്യങ്ങളും വിളിച്ചു പറയുമെന്ന് പാർട്ടി ഭയക്കുന്നു. അതുകൊണ്ട് പത്മകുമാർ ഇപ്പോൾ തുടരുന്നത്രയും തുടരട്ടെ. എന്തായാലും പിണറായിയുടെ പോലീസിൻ്റെ കസ്റ്റഡിയിലാണല്ലോ പത്മകുമാർ ഉള്ളത്, അല്ലെങ്കിൽ പിണറായി ഭരിക്കുന്ന ജയിലിലാണല്ലോ പത്മകുമാർ ഉള്ളത്. അപ്പോൾ പത്മകുമാർ ഇപ്പോൾ കുറേ ദിവസത്തേക്ക് വീട്ടിൽ കിടക്കുന്നതിന് പകരം ജയിലിൽ കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ പത്മകുമാർ ഫ്രീ ആകും. ഈ കേസ് എങ്ങും എത്തിക്കില്ല എന്ന് പിണറായി വിജയൻ പലർക്കും ഉറപ്പും കൊടുത്തിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് പത്മകുമാറിനെ കൂടുതൽ പ്രകോപിപ്പിക്കാത്തതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ കോടതി നിയോഗിച്ചതാണ് ഈ SITയെ. കോടതിയെ മാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ഈ SIT ഒന്ന് വിപുലീകരിച്ചല്ലോ കഴിഞ്ഞ ദിവസം, 2 പേരെ കൂടി അതിൽ ഉൾപ്പെടുത്തി. അതിനുശേഷമാണെന്ന് തോന്നുന്നു ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതൊക്കെ. ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത കാര്യം ആരും അറിഞ്ഞില്ല. ദിവസങ്ങൾക്ക് ശേഷമാണ്, 1-2 ദിവസത്തിന് ശേഷമാണ് എല്ലാവരും അറിയുന്നത്. ഇതിനു മുമ്പും പലരുടെയും മൊഴിയെടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അപ്പോൾ നമ്മളെല്ലാം അറിയുന്നുണ്ട്. പക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യം മാത്രം അങ്ങ് ഒളിപ്പിച്ചു വെച്ചു. പിന്നെ എങ്ങനെയോ അത് പുറത്തു വന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതെനിക്ക് തോന്നുന്നു കടകംപള്ളി തന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കടകംപള്ളിയെ സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്ന് കടകംപള്ളി തന്നെയാണെന്ന് തോന്നുന്നു പുറത്ത് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ചോദ്യം ചെയ്തത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ? എന്താണ് അതിനുശേഷമുള്ള
തുടർ നടപടി എന്നുള്ളതല്ലേ ചോദ്യം. ഇവിടെ നിങ്ങൾ നോക്കൂ, SIT ഫോം കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ നിങ്ങൾ എന്താണ് ഇന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാത്തതെന്ന്, ഈ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് കോടതി തന്നെ ചോദിച്ചു. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ, ചില ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിലെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ സ്വാഭാവികമായും അവിടെ നടന്ന സംഭവത്തിന് അന്ന് അവിടെ ചുമതലയുണ്ടായിരുന്ന ആൾക്കാർക്ക് പങ്കുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരെ വളരെ ഫ്രീ ആയി കൊണ്ട് അവർക്ക് തെളിവ് നശിപ്പിക്കാൻ ഇഷ്ടംപോലെ സമയം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, SIT എന്തൊക്കെയായിരിക്കും ഇവരോട് ചോദിക്കാൻ പോവുക, കേസിൻ്റെ മുഴുവൻ വിവരങ്ങളും അവർക്ക് അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SITയുടെ ഒരു ചോദ്യം വന്നാൽ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് വക്കീലുമാർ പഠിപ്പിച്ചു കൊടുക്കുന്നു, അതിനുശേഷം ചിലരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതല്ലേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു കേസന്വേഷണം. സാധാരണഗതിയിൽ ഒരു കേസന്വേഷണം ഒരു പോലീസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ ആദ്യമായി ഒരു സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്ന ആളെ പിടികൂടിയാൽ അവരുടെ മൊഴിക്കനുസരിച്ച് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാകണം. കാരണം അല്ലെങ്കിൽ പ്രതികളും ബുദ്ധിയുള്ളവർ തന്നെയാണല്ലോ, അവർക്കറിയാമല്ലോ അവരിലേക്ക് അന്വേഷണം എത്തുമെന്ന്. അപ്പോൾ അവരതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കും. ഇപ്പോൾ അവർക്ക് രക്ഷപ്പെടാനുള്ള ധാരാളം സമയം കൊടുത്തിരിക്കുകയാണ്. വക്കീലുമാർ ഇടപെട്ടിട്ട് ആർക്കെതിരെയാണ് മൊഴി കൊടുക്കേണ്ടത് എന്ന് അറസ്റ്റിലാവുന്ന എല്ലാവരെയും പറഞ്ഞ് പഠിപ്പിച്ചാണ് വിടുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഒരു കേസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ ഫ്രെയിമിൽ ഉൾപ്പെടാൻ ആവശ്യമായ ചോദ്യങ്ങൾ ഇവർ ചോദിക്കും, അല്ലെങ്കിൽ ആ മറുപടി അവർ പറയും. അതിനപ്പുറത്തേക്ക് ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഇവിടെ നടക്കത്തില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ചോദിച്ചില്ലേ മുഖ്യമന്ത്രിയോട്, നിങ്ങൾക്ക് നിഷ്പക്ഷമായ ഒരു ഏജൻസിക്ക് ഇത് കൈമാറാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ CPIMകാർ പ്രതിയായ ഒരു കേസിൽ നീതി ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം നമ്മുടെ മുൻപിലുണ്ടോ? കോടതി ചോദിച്ചിട്ട് പോലും ആ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് SIT തയ്യാറാകാത്തത്? എന്തിനാണ് ഇത്രമാത്രം സമയം നീട്ടിക്കൊടുക്കുന്ന ഓരോരുത്തർക്കും? അപ്പോൾ അവർക്ക് തെളിവ് നശിപ്പിക്കാനും അവർക്ക് നിയമോപദേശം തേടാനും എങ്ങനെ അന്വേഷണ സംഘത്തെ നേരിടണമെന്നും അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ള ആമ്പിളായിട്ടുള്ള ടൈം കൊടുക്കുകയാണ്. അതിനുശേഷമുള്ള അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വെറും തട്ടിപ്പ് മാത്രമാണ്. ഏതായാലും ഈ തന്ത്രിയിൽ ഒതുക്കാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ടോ സന്ദീപ്? അല്ല, അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നിയാൽ സംശയിക്കേണ്ടതുണ്ടോ? കാരണം ഇപ്പോൾ തന്ത്രി, ഭാരതീയ ജനതാ പാർട്ടി, നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രിയെ ശിക്ഷിക്കട്ടെ, ഞങ്ങൾ ആരും തന്ത്രിയെ രക്ഷിക്കാൻ എവിടെയും പോയിട്ടില്ല. പക്ഷേ അതിനേക്കാൾ വലിയ കുറ്റം ചെയ്തവർ പുറത്തു നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങി തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചില സംശയങ്ങളുണ്ട്. അത്ര മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ മൊഴികളും തന്ത്രിക്കെതിരെ മാത്രമാക്കി കൊണ്ടുവരികയാണോ? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ലേ? കടകംപള്ളി സുരേന്ദ്രനെ എന്തിനാണ് ചോദ്യം ചെയ്തത്? ആരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്? ഇത്രയും കാലവും എന്താ തന്ത്രിക്കെതിരെയുള്ള ആരോപണം? എന്താ തന്ത്രി അനുജ്ഞ നൽകിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന IPCയിൽ ശിക്ഷിക്കാൻ അങ്ങനെ ഒരു വകുപ്പൊന്നുമില്ല. വിശ്വാസലംഘനം നടത്തിയതിനെങ്ങനെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുക? ഇനി തന്ത്രി പറഞ്ഞ കാര്യങ്ങളാണോ അവിടെ നടക്കുക? തന്ത്രി പറഞ്ഞില്ലായിരുന്നോ യുവതിയെ പ്രവേശിപ്പിക്കരുതെന്ന്? അതിവർ കേട്ടിരുന്നു. അപ്പോൾ തന്ത്രി അനുജ്ഞ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർ ചെയ്യില്ലായിരുന്നു. നിരവധി ചോദ്യങ്ങളുണ്ട്. പോയിക്കോട്ടെ, അതൊക്കെ അന്വേഷണ സംഘം കണ്ടുപിടിക്കട്ടെ. തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ട്, ശിക്ഷിക്കട്ടെ. അതിനകത്ത് ഒരു വിഷയവും നമുക്കില്ല. പക്ഷേ തന്ത്രിയിലേക്ക് മാത്രം ഇത് കൊണ്ടുകെട്ടി മന്ത്രിയെ രക്ഷിക്കാനാണെങ്കിൽ ഞങ്ങൾ അനുവദിക്കില്ല. എന്താണ് BJP ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്? ആരാണ് യഥാർത്ഥ കവർച്ചക്കാർ എന്ന് ജനത്തിന് അറിയേണ്ടതുണ്ട്, അത് കണ്ടെത്തേണ്ടതുണ്ട്. അത് SIT കണ്ടെത്തുമെന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. ഒരു പക്ഷേ CBIക്ക് വിട്ടേക്കും എന്ന് കേൾക്കുന്നു. അതിലും ഒരു വ്യക്തതയൊന്നും വന്നിട്ടില്ല. BJP എങ്ങനെയാണ് ഈ വിഷയം ഇനിയിപ്പോൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അല്ല, BJP വളരെ കൃത്യമായി പറഞ്ഞല്ലോ, SIT അന്വേഷണം കൊണ്ടൊന്നും ഇതിൻ്റെ സത്യം പുറത്തു വരാൻ പോകുന്നില്ല. ഇത് വെറും തട്ടിപ്പന്വേഷണമാണ്. ഇത് പിണറായിയെ രക്ഷിക്കാൻ വേണ്ടി പിണറായി പറയുന്നവരെ മാത്രം പ്രതിയാക്കുന്ന ടീമാണ് SIT എന്നുള്ളത്. ഈ പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളത് പിണറായി നിശ്ചയിക്കുന്ന അന്വേഷണം, പിണറായി പറയുന്ന വഴിയിൽ കൂടി പോകുന്ന, അല്ലെങ്കിൽ CPM പറയുന്ന വഴി കൂടെ പോകുന്ന അന്വേഷണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് SITയിൽ കൂടി ഇതിൻ്റെ സത്യവും കല്ലും നെല്ലും തിരിയും എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി നിഷ്പക്ഷമായ ഒരു അന്വേഷണം CBI വരട്ടെ, CBIക്ക് കൊടുക്കൂ നിങ്ങൾ. ഏതായാലും വളരെയധികം നന്ദി സന്ദീപ്, ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ഏതായാലും തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. മുന്നണികൾ പ്രചാരണത്തിലേക്ക് കടക്കട്ടെ. മുന്നണികളുടെ തന്ത്രങ്ങൾ പൊതുജനം തള്ളുമോ കൊള്ളുമോ എന്നൊക്കെ നമുക്ക് നോക്കി കാണാം. വളരെയധികം നന്ദി സന്ദീപ്. നമസ്കാരം.